Good morning. Welcome to today's class. Today we are discussing about the fabrication of optical fibers. Okay, so there are two methods for the fabrication of pure optical glasses generally following. Okay, there are two methods for the preparation of pure optical glasses. Okay, there's two categories. That is, first one is conventional glass refining technique, in which the glass is processed in a molten state. So that is melting method, producing a multi-component glass structure. സോ നോർമൽ ഒരു പൗഡർ എടുത്തിട്ട് അത് ജസ്റ്റ് മെൽറ്റ് ചെയ്തതിന് ശേഷം ഗ്ലാസ് ഫോം ചെയ്യുന്നതാണ് കൺവെൻഷണൽ മെത്തേഡ്. സോ ഗ്ലാസ് റിഫൈനിങ് ടെക്നിക്സ് ദിസ് ഗ്ലാസ് ഇസ് പ്രോസസ് ഇൻ ദ മൾട്ടി പ്രോസസ്. മോൾട്ടൺ സ്റ്റേറ്റിലുള്ള ഗ്ലാസ്സിനെ നമ്മൾ എന്ത് ചെയ്യും, മെൽറ്റ് ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് ഒരു ടൈപ്പ്. നെക്സ്റ്റ് ടൈപ്പ് വേപ്പർ ഫേസ് ഡെപ്പോസിഷൻ മെത്തേഡ് പ്രൊഡ്യൂസിങ് സിലിക്ക റിച്ച് ഗ്ലാസ്സസ് വിച്ച് ഹാവ് മെൽറ്റിംഗ് ടെമ്പറേച്ചർ ദാറ്റ് ആർ ടു ഹൈ ടു അലോ ദ കൺവെൻഷണൽ മെൽറ്റ് പ്രോസസ്. ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സിലിക്കൻ്റെ റോ മെറ്റീരിയൽസ് എടുത്തിട്ട് അതിനെ മെൽറ്റ് ചെയ്ത പ്രോസസ്സാണ് ഫസ്റ്റ് പ്രോസസ്, മെൽറ്റിംഗ് പ്രോസസ്സ്. ദെൻ നെക്സ്റ്റ് വേപ്പർ ഫേസ് ഡെപ്പോസിഷൻ എന്ന് പറയുമ്പോൾ, അതായത് വേപ്പറിന്ന് ഡെപ്പോസിറ്റ് ചെയ്ത, അതായത് ഹൈ ടെമ്പറേച്ചർ കൊടുത്തിട്ട് നമ്മൾ വേപ്പേഴ്സ് ഫോം ചെയ്യും. ഈ വേപ്പേഴ്സിന് സിലിക്കാസ് എന്ത് ചെയ്യും, സൂഡ് ഫോമിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ആ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ എടുക്കുന്നതാണ് സിലിക്കൺ റിച്ച് ഗ്ലാസ് ഫോം ചെയ്യുന്നതിനാണ് വേപ്പർ ഫേസ്. അതായത് വേപ്പർ ഫേസിൽ സിലിക്ക ഫോം ചെയ്യുന്നതാണ് വേപ്പർ ഫേസ് ഡെപ്പോസിഷൻ. മറ്റേ ലിക്വിഡ് ഫേസിൽ ഫോം ചെയ്യുന്നതാണ് കൺവെൻഷണൽ ലിക്വിഡ് ഫേസ് ഓർ മോൾട്ടൺ ഡെപ്പോസിഷൻ മെത്തേഡ്. ഓക്കെ, നോർമലി ഒരു ഫൈബർ ഫാബ്രിക്കേഷനിൽ നമുക്ക് ഫോം ചെയ്യുന്ന ഗ്ലാസ് ഡെപ്പോസിഷൻ ഓർ നോർമലി നമുക്ക് ചെയ്യാൻ. ഓക്കെ, നൗ ഈ പ്രോസസ്സിൽ വരുന്ന ചെറിയ സ്റ്റെപ്സ് എന്താണ്? ഫസ്റ്റ് റോ മെറ്റീരിയൽ കളക്ഷനാണ്. ഓക്കെ, റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് ആ റോ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഫൈബർ ഫാബ്രിക്കേഷൻ തുടങ്ങും. ഫൈബർ ഉണ്ടാക്കും. എന്നിട്ട് ഫൈബർ ഫാബ്രിക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പെർഫോം ഡ്രോയിങ് പ്രോസസ്സ് ഫോം ചെയ്യും. അതായത് ഫൈബറിന് നമ്മൾ കോർ ക്ലാഡിങ് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ കോർ ക്ലാഡിങ് കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ ആയിട്ട് മാറ്റുന്നതാണ് ഫൈബർ ഡ്രോയിങ് പ്രോസസ്സ് ചെയ്യും. ഫാബ്രിക്കേഷനിൽ നമുക്ക് കോർ ക്ലാഡിങ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഡ്രോയിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യും, ഫൈബറും കോറും കമ്പൈൻ ചെയ്ത് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ ആയിട്ട് ഫോം ചെയ്യും. ദിസ് ഇസ് ദ ബേസിക് സ്റ്റെപ്സ് ഇൻ ദ ഫാബ്രിക്കേഷൻ ഓഫ് ഫൈബേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ടായിരുന്നു. ഒന്ന് ലിക്വിഡ് ഫേസ് മെത്തേഡും മറ്റത് വേപ്പർ ഫേസ് മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്യുവർ സിലിക്ക അല്ലെങ്കിൽ പ്യുവർ സിലിക്ക ഗ്ലാസ് ഫോം ചെയ്യും. ഓക്കെ, ഞാൻ ഫസ്റ്റ് നമുക്ക് ലിക്വിഡ് ഫേസ് മെത്തേഡ് അല്ലെങ്കിൽ മെൽറ്റിംഗ് ടെക്നിക്ക് നോക്കാം. ഓക്കെ, the first stage in this process is the preparation of ultra pure material powders, which are usually oxides or carbonates of the required constants. നമുക്ക് എന്താണ് കോൺസ്റ്റൻസ് വേണ്ടത്, അവരുടെ അൾട്രാ പ്യുവർ ആയിട്ടുള്ള മെറ്റീരിയൽ പൗഡർ എന്ന് പറഞ്ഞു. ഫസ്റ്റ് റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുക. സോ മെറ്റീരിയൽ പൗഡർ സെലക്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഈ മെറ്റീരിയൽ പൗഡറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഓക്സൈഡ്സ് അല്ലെങ്കിൽ കാർബണേറ്റ്സ് ആണ്. നമുക്ക് വേണ്ട കോൺസ്റ്റൻസിനനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഗ്ലാസ് ഫോം ചെയ്യണമെങ്കിൽ ഫസ്റ്റ് മെറ്റീരിയൽ കോമ്പണൻറ്റിൻ്റെ ഓക്സൈഡ്സ് അല്ലെങ്കിൽ കാർബണേറ്റ്സ് സെലക്ട് ചെയ്യാം. സോ ദീസ് ഇൻക്ലൂഡ്സ് സിലിക്കൺ ഡയോക്സൈഡ്, ബേരിയം ഡയോക്സൈഡ്, ബോറോൺ ഡയോക്സൈഡ് ആൻഡ് ആർഗൺ A2O3. ഓക്കെ, ഇതൊക്കെ ഓക്സൈഡ്സിൻ്റെ ഫോമാണ്. SiO2, BeO2, B2O2 ആൻഡ് A2O3. ദിസ് ഇസ് ദ ഓക്സൈഡ് ഫോം. ആൻഡ് കാർബണേറ്റ് ഫോമാണ് Na2CO, K2CO, calcium carbonate and barium carbonate, that is BaCO3, which will decompose into oxides during the glass melting. ഈ ഗ്ലാസ് മെൽറ്റിംഗ് പ്രോസസ്സിൽ ഇവരെന്ത് ചെയ്യും, ഓക്സൈഡും മെറ്റീരിയലായിട്ട് ഡീകമ്പോസ് ചെയ്യും. ഓക്കെ, ഓക്സൈഡ്സ് ഇതിൽ നിന്ന് പുറത്തു പോകും. വെരി ഹൈ ഇനീഷ്യൽ പ്യൂരിറ്റി ഇസ് എസെൻഷ്യൽ ആൻഡ് പ്യൂരിഫിക്കേഷൻ അക്കൗണ്ട്സ് ഫോർ എ ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് ദ മെറ്റീരിയൽ കോസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്താ വരേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ആദ്യം നമ്മുടെ റോ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുക. ഓക്കെ, റോ മെറ്റീരിയൽസ് സെലക്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് ഈ റോ മെറ്റീരിയൽസ് എന്താവണം, ഹൈലി പ്യൂരിഫൈഡ് ആവണം. ഓക്കെ, ഹൈലി പ്യൂരിഫൈഡ് ആണ്. അപ്പോൾ പ്യൂരിഫിറ്റി ഹൈ ആവണം എന്ന് പറയുമ്പോൾ ഇൻ പ്രപ്പോർഷൻ എന്ത് മെറ്റീരിയൽ കോസ്റ്റും ഹൈ ആവും. ഓക്കെ, സോ പ്യൂരിഫിറ്റി
പ്യൂരിറ്റി കൂടിയാലും മെറ്റീരിയൽ കോസ്റ്റ് കൂടും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് നമ്മളുടെ റോ മെറ്റീരിയൽ കളക്ഷനാണ്. അപ്പോൾ ഓക്സൈഡ്സ് അല്ലെങ്കിൽ കാർബണേറ്റ്സ് നമുക്ക് വേണ്ട കോൺസ്റ്റിറ്റ്യൻസിനനുസരിച്ച് ഓക്സൈഡ്സ് കാർബൺ നമ്മുടെ മെറ്റീരിയലിൻ്റെ സിലിക്ക ഫോം ചെയ്യണമെങ്കിൽ സിലിക്കൺ ഡയോക്സൈഡ്, അങ്ങനെ ബെറിലിയം ഡയോക്സൈഡ്, അങ്ങനെ അവരുടെ ആ ഓക്സൈഡ്സ് കാർബണേറ്റ്സ് ഫോം സെലക്ട് ചെയ്യുക. അതായത് പൗഡർ ഫോം, അവരുടെ പൗഡർ ഫോം സെലക്ട് ചെയ്തു. എന്നിട്ട് അവരിനെ നമുക്ക് എന്ത് ചെയ്യാം, ഓക്സൈഡ്സിനെ നമുക്ക് ഡീകമ്പോസ് ചെയ്തിട്ട് മെൽറ്റിംഗ് പ്രോസസ്സിലൂടെ ഓക്സൈഡ്സിനെ ഡീകമ്പോസ് ചെയ്യും. പക്ഷേ ഇവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഹൈ പ്യൂരിറ്റി ആയിട്ടുള്ള ഗ്ലാസ് ഫോം ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ മെറ്റീരിയൽ ഹൈ പ്യൂരിഫൈഡ് മെറ്റീരിയൽ ആണ്. മെറ്റീരിയൽ പ്യൂരിറ്റി കൂടും തോറും മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കൂടും. കാരണം എന്താ വെച്ചാൽ ഈ പ്യൂരിഫിക്കേഷന് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേജസിലൂടെയൊക്കെ കടന്നിട്ട് നമുക്ക് എന്തൊരു സംഭവം നമുക്കറിയാം, ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി അങ്ങനെ ഉണ്ട്. അപ്പോൾ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് എത്തുന്നതുകൊണ്ട് തന്നെ അതിന് പ്യൂരിറ്റി കൂടുന്തോറും അതിൻ്റെ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കൂടും. പ്യൂരിഫിക്കേഷൻ മേ ദർഫോർ ഇൻവോൾവ് കമ്പൈൻഡ് ടെക്നിക്സ് ഓഫ് ഫൈൻ ഫിൽട്രേഷൻ ആൻഡ് കോപ്രസിപ്പിറ്റേഷൻ. പ്യൂരിഫിക്കേഷൻ ഒരു ഇതിപ്പോൾ ഉള്ളൊരു കെമിക്കൽ പ്രോസസ്സാണല്ലോ അല്ലേ. അപ്പോൾ കെമിക്കൽ പ്രോസസ്സിൽ പ്യൂരിഫൈ ചെയ്യാനുള്ള പ്രോസസ്സിൽ പെട്ടാണ് ഫിൽറ്ററിങ്, അതുപോലെ തന്നെ കോപ്രസിപ്പിറ്റേഷനൊക്കെ. കോപ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഏതാണോ മെറ്റീരിയൽ അത് വേറൊരു മെറ്റീരിയലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യണം. അതായത് വേറെ സോൾവെൻറ്റിലൂടെ ഒരു പ്രസിപ്പിറ്റേറ്റ്, അത് പ്രെസിപ്പിറ്റേറ്റ് ഒരു പ്രസിപ്പിറ്റേറ്റിലൂടെ ട്രാൻസ്മിറ്റ് ഇത് പാസ് ചെയ്യുമ്പോൾ ഈ ഇമ്പ്യൂരിറ്റീസ് എന്ത് ഈ പ്രസിപ്പിറ്റേറ്റിൽ കുടുങ്ങി സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നമുക്ക് പ്യുവർ ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ പ്രെസിപ്പിറ്റേഷൻ ചെയ്യുന്നത്. അത് നമുക്ക് പ്രെസിപ്പിറ്റേഷൻ മെൽറ്റിംഗ് ആയിട്ട് അതിൽ വേപ്പർ സെവറൽ വേപ്പർ ഫോമിലൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ കോപ്രസിപ്പിറ്റൻ്റ് പറഞ്ഞാൽ പ്രസിപ്പിറ്റൻറ്റിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്താൽ ഈ നമ്മുടെ സോൾവെൻറ്റിലെ ഇമ്പ്യൂരിറ്റീസ് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. എന്നിട്ട് ഫിൽട്രേഷൻ ചെയ്യും. അപ്പോൾ ഫിൽട്രേഷനും കോപ്രസിപ്പിറ്റേഷനൊക്കെയാണ് നമ്മുടെ പ്യൂരിഫിക്കേഷൻ്റെ മെത്തേഡ്. ഫോളോഡ് ബൈ സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ. എന്നിട്ട് ആ സോൾവെൻറ്റ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. ബിഫോർ ക്രിസ്റ്റലൈസേഷൻ ഫൈനൽ ഡ്രൈയിങ് ഇൻ എ വാക്വം ടു റിമൂവ് എനി റെസിജ്വൽ ഓയിൽ ചയൻസ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഓയിൽ ചയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വാക്വം യൂസ് ചെയ്തിട്ട് ഡ്രൈയിങ് ചെയ്യും. അതുപോലെ തന്നെ സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ ഡ്രൈയിങ് ഒക്കെ ചെയ്യും. എന്ത് ഓയിൽ ചയോൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് വാട്ടർ കണ്ടൻറ്റ് എന്തെങ്കിലും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഡ്രൈ ചെയ്തിട്ടാണ് നമുക്ക് ഈ പൗഡർ ഫോം ചെയ്യുന്നത്. സോ ദീസ് പൗഡേഴ്സ്, അതായത് നമ്മുടെ ഈ റോ മെറ്റീരിയലിനായി പൗഡറാണ്. ഈ പൗഡർ ഹൈ പ്യൂരിഫിക്കേഷൻ വേണം. ഈ ഹൈ പ്യൂരിറ്റി കിട്ടാൻ നമ്മൾ ഒരുപാട് പ്യൂരിഫിക്കേഷൻ പ്രോസസ് ആയിട്ടുള്ള ഫൈൻ ഫിൽട്രേഷൻ, അതുപോലെ തന്നെ കോപ്രസിപ്പിറ്റേഷൻ, അതുപോലെ തന്നെ സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ, അതായത് ഒരു വാട്ടർ കണ്ടൻറ്റ് ഇല്ലാണ്ടിരിക്കുക, അതിൽ ഡ്രൈയിങ് വാക്വം യൂസ് ചെയ്തിട്ട് ഡ്രൈയിങ് വരെ ചെയ്യും. കാരണം ഓയിൽസ് കണ്ടൻസ് ഓയിൽസ് അയോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യും. അങ്ങനെ നമുക്ക് പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഫൈൻ പൗഡേഴ്സ് കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ കഴിഞ്ഞു. പൗഡർ ക്രിയേറ്റ് ചെയ്തു, ഹൈ പ്യൂരിറ്റി പൗഡേഴ്സ് ക്രിയേറ്റ് ചെയ്തു ബൈ ഡിഫറെൻറ്റ് പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട്. The next stage is to melt these high purity powdered low melting point glass material to form a homogeneous bubble free multi-component glass. Okay, ഇനി ഹോമോജീനിയസ് ആയിട്ടുള്ള ബബിൾ ഫ്രീ എന്ന് പറയുമ്പോൾ ബബിൾസ് ഫോം ചെയ്താലൊക്കെ നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബറാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിൽ ബബിൾസോ ഹോൾസോ ഒന്നും പാടില്ല. യൂണിഫോം ആയിരിക്കണം, ഹോമോജീൻ ആയിരിക്കണം. അങ്ങനെയുള്ളത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മെൽറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് process, melting process. So a refractive index variation may be achieved by either a change in the composition of the various constituents or by ion exchange when the materials are in molten phase. ഇനി നമ്മൾ പറഞ്ഞു ഈ പൗഡറിന് എന്ത് ചെയ്യണം, നമ്മൾ മെൽറ്റ് ചെയ്യണം. ഓക്കെ, ഇത് ഒരു ലോ മെൽറ്റിംഗ് പോയിന്റ്, അതായത് കുറച്ച് ടെമ്പറേച്ചർ കൊടുത്താലും മെൽറ്റ് ചെയ്താൽ തുടങ്ങും. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഗ്ലാസ് ഫോം ചെയ്യണം. ഇനി നമുക്ക് വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫൈബർ കോമ്പണൻസ്, ഫൈബർ ഗ്ലാസ് മെറ്റീരിയൽസ് ഫോം ചെയ്യുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരി ചെയ്യണം അല്ലേ. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരി ചെയ്ത് നമുക്ക് കോർ ക്ലാഡിംഗ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്, ചേഞ്ച് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യാനും വേണ്ടി ഒന്നെങ്കിൽ അതിൻ്റെ കോമ്പോസിഷനിൽ ചേഞ്ച് വരുത്തുക. അപ്പം നമ്മൾ ഈ മെറ്റീരിയൽ കോമ്പോസിഷനിൽ ചേഞ്ച് വരുത്തുക. അല്ലെങ്കിൽ എന്താ ചെയ്യുക, അത് മോൾട്ടൺ സ്റ്റേജിലാവുമ്പോൾ ഇതിനെ മെൽറ്റ് ചെയ്ത് മോൾട്ടൺ സ്റ്റേജിലാവുമ്പോൾ, മോൾട്ടൺ സ്റ്റേജ് വരുമ്പോൾ ഒരു ഫ്ലൂയിഡ് ഫോംഡ് അല്ലേ, മെൽറ്റ് ചെയ്ത ഫോം. അപ്പോൾ മോൾട്ടൺ സ്റ്റേജിലാവുമ്പോഴത്തേ അയോൺ എക്സ്ചേഞ്ച് നടത്തിയിട്ട് ആണെങ്കിലും അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ എന്ത് വരുത്തുക, ചേഞ്ചസ് വരുത്താം. ഓക്കെ, the melting of these multi-component glass systems occurs at relatively low temperature between 900 to 1000 degrees Celsius. Okay, 1300 degrees Celsius ലാണ് ഇവരെ മെൽറ്റിംഗ് നടക്കുന്നത്. However, combination can arise during melting from several sources including a furnace environment and the crucible. Okay,
ഇനി കണ്ടാമിനൻസ്, ഓക്കെ, കണ്ടാമിനൻസ് പറയുമ്പോൾ ഇമ്പ്യൂരിറ്റീസ് എന്നാലും ഫോം ചെയ്യാം. ഇപ്പം നമുക്ക് ഈ ഇമ്പ്യൂരിറ്റി ഒന്നും ഇല്ലാത്ത മെറ്റീരിയലിനെ നമ്മൾ മെൽറ്റ് ചെയ്തു. ഈ മെൽറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ക്രൂസിബിളിൽ വെച്ചാൽ മെൽറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്രൂസിബിൾ എന്ന് പറഞ്ഞാൽ അത് എടുക്കുന്ന ആ ഒരു ബൗൾ അങ്ങനെ പറയാം, ആ ഒരു ക്രൂസിബിളിൽ. അപ്പോൾ അത് അതായത് നമ്മൾ ഈ മെൽറ്റ് ചെയ്യാനുള്ള സാധനം എന്തിനാണ് വെച്ചത്, ആ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ കണ്ടാമിനൻസ് വരാം, അല്ലെങ്കിൽ നമ്മുടെ ഫർണൈസ് എൻവയോൺമെൻറ്റിൽ നിന്ന് കണ്ടാമിനൻസ് ഒക്കെ വരാം. അപ്പോൾ മെൽറ്റിംഗ് പ്രോസസ്സിൽ നമുക്ക് കണ്ടാമിനൻസ് വരാൻ ചാൻസ് ഉണ്ട്. ദിസ് ഇസ് ദ സെറ്റപ്പ്. ഇതാണ് ഗ്ലാസ് മേക്കിംഗ് ഫർണസ് ഫോർ പ്രോഡക്റ്റ്. ഹൈ പ്യൂരിറ്റി ഗ്ലാസ്സിലേക്ക് ഫോം ചെയ്യാനുള്ള സെറ്റപ്പാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ആദ്യം ഒരു ഫർണേസ് ഉണ്ടാവും. ഈ ഫർണേസ് പറഞ്ഞാൽ എന്താ, ടെമ്പറേച്ചർ കൊടുക്കുന്നത്, മെൽറ്റിങ്ങിന് വേണ്ടി സഹായിക്കുന്നതാണ് ഫർണേസ് അല്ലേ. ഓക്കെ, ഫർണേസ് ആണ് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്നത്. ഇവിടെ കുറച്ച് ടെമ്പറേച്ചർ മതി. 600, 900 to 1300 ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ ഫർണേസ് കൊടുക്കും. ഈ ഫർണേസിനകത്ത് നമ്മൾ ഒരു സിലിക്ക ഫർണേസ് ലീനിയർ, ഒക്കെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഒരു സിലിക്ക ഫർണേസ് ലീനിയർ യൂസ് ചെയ്യും. എന്നിട്ട് അതൊരു ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ സിലിക്ക ഫർണേസ് ലീനിയറിൻ്റെ അകത്താണ് നമുക്ക് എന്ത് വെക്കുന്നത്, സിലിക്ക ക്രൂസിബിൾ. ഈ ഒരു എന്താ പറയുക, അത് വരുന്ന ഒരു പാത്രം പോലെ, ഓക്കെ, ഒരു പാത്രം പോലത്തെ സംഭവത്തിൽ, അതായത് ഈ സിലിക്ക ക്രൂസിബിൾ പറഞ്ഞാൽ ഈ മെറ്റീരിയൽ, ഈ അതായത് മെറ്റീരിയൽ ഇടുന്ന ആ ഒരു സംഭവത്തിനെയാണ് സിലിക്ക ക്രൂസിബിൾ എന്ന് പറയുക. അപ്പോൾ സിലിക്ക ക്രൂസിബിളിൽ നമ്മൾ എന്ത് ചെയ്തു, ദിസ് ഇസ് മോൾട്ടൺ ഗ്ലാസ്, അതായത് മെറ്റീരിയൽ ആണ്. ഇതിപ്പോൾ ഫർണേസ് ചെയ്ത് ഹീറ്റ് ചെയ്തിട്ട് മോൾട്ടൺ ഗ്ലാസ് ഫോമിലായി. ഓക്കെ, ദിസ് ഇസ് ദ ഫർണേസ് ആൻഡ് ദിസ് ഇസ് ദ ഫർണേസ് ലീനിയർ. ഓക്കെ, ഫർണേസിൻ്റെ ലീനിയർ ആണ്. അപ്പോൾ അതിനെ ഡയറക്റ്റ് ഫർണേസിൽ വെക്കാതെ ഒരു ലീനിയർ വെച്ചിട്ട്, ആ ലീനിയർ മുകളിൽ എന്തെങ്കിലും ടോപ്പിൽ ലിഡായിട്ട് കവർ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നെക്സ്റ്റ് സിലിക്ക ക്രൂസിബിളിൽ നമ്മൾ എന്ത് ചെയ്തു, മെറ്റീരിയൽ ഇട്ടിട്ട് ഇപ്പോൾ നമുക്ക് മോൾട്ടൺ ഗ്ലാസ് ഫോം ചെയ്യാനാണ്. ഓക്കെ, ഫർണേസിൽ വേണ്ട ടെമ്പറേച്ചർ ഫർണേസ് കൊടുക്കും. അങ്ങനെ ഇത് മോൾട്ടൺ ഗ്ലാസ്, ദിസ് മോൾട്ടൺ ഗ്ലാസ്. ഇനി ഇതിലൊന്ന് വരുന്നത്, ഇതിലേക്ക് നമ്മൾ ഗ്യാസ് ഇൻലെറ്റും ഗ്യാസ് ഔട്ട്ലെറ്റും വേണം. അപ്പോൾ ഗ്യാസ് നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്നു വേണം. അതുപോലെ തന്നെ ഇതിൽ ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ റിയാക്ഷൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള ഗ്യാസ് പുറത്ത് പോകാൻ ഒരു ഇൻലെറ്റ് ഉണ്ട്, കണ്ടോ. ഇത് രണ്ടിലും തമ്മിൽ കോൺടാക്റ്റ് ഒന്നുമില്ല. അത് പുറത്ത് പോകാൻ ഇൻലെറ്റും ഡയറക്റ്റ് ഗ്യാസ് ഇൻലെറ്റും ഉണ്ട്. ഓക്കെ, ഗ്യാസ് ഇൻലെറ്റ് അതുപോലെ തന്നെ ഗ്യാസ് ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് ദ fabrication technique. Okay. Next, silica crucibles can give dissolution into the melt, which may introduce inhomogeneities into the glass, especially at a high melting temperature. ഇനി എന്താ പറഞ്ഞാൽ, സിലിക്ക ക്രൂസിബിളിൻ്റെ അകത്താണ് നമ്മൾ ഈ മോൾട്ടൺ സിലിക്ക ഉള്ളത്. അപ്പോൾ ഈ സിലിക്ക ക്രൂസിബിൾ ഹൈ ടെമ്പറേച്ചറിലൊക്കെ ഈ സിലിക്ക ക്രൂസിബിളിൽ നിന്ന് നമുക്ക് എന്ത് വരും, കണ്ടാമിനൻസ് വന്നിട്ട് നമ്മുടെ ഈ ഒരു സൊല്യൂഷനിൽ നിന്ന് എന്താവും, ഇൻഹോമോജനിറ്റീസ് ഫോം ചെയ്യും. Okay, a technique for avoiding this involves melting the glass directly into a radio frequency, that is RF, approximately 5 megahertz induction furnace, while cooling the silica by gas or water. Now, okay, the materials are preheated to around. ഇനി നമ്മൾ പറഞ്ഞു, ഇത് എന്താ, സിലിക്ക ക്രൂസിബിളിലാണ് നമ്മുടെ മെറ്റീരിയൽ ഇട്ടിട്ട് ഇതൊരു മോൾട്ടൺ ഗ്ലാസ് ഫോമിലോട്ട്, അതായത് ടെമ്പറേച്ചർ കൂടി മെറ്റീരിയൽ മോൾട്ടൺ ആകുമ്പോൾ നമ്മൾ ഈ സിലിക്ക ക്രൂസിബിളിൽ നിന്ന് കണ്ടാമിനൻസ് ഈ ഒരു മോൾട്ടൺ ഗ്ലാസ്സിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അത് റിമൂവ് ചെയ്യാനും വേണ്ടി നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു RF റേഡിയോ ഫ്രീക്വൻസി, അതായത് ഒരു കോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ചുറ്റും, അതായത് ഈ സിലിക്ക ക്രൂസിബിളിന് ചുറ്റും കോയിൽ കൊടുക്കാം. ഓക്കെ, ഇൻഡക്ഷൻ കോയിൽ കൊടുക്കാം, ഇൻഡക്ഷൻ ഫർണേസ്, ഇൻഡക്ഷൻ കോയിൽ കൊടുക്കാം. അത് മാത്രമല്ല, പിന്നെ മെറ്റീരിയൽ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്തിട്ട് 1000 ഡിഗ്രി സെൽഷ്യസ് വേർ ദേ എക്സിബിറ്റ് സഫിഷ്യൻറ്റ് ആൻഡ് കണ്ടക്റ്റീവ് ടു ഇനേബിൾ കപ്ലിംഗ് ബിറ്റ്വീൻ ദ മെൽറ്റ് ആൻഡ് ദ RF ഹെൽഡ്. ഓക്കെ, ഈ മെൽറ്റും RF തമ്മിലൊരു കപ്ലിംഗ് ഫോം ചെയ്യാൻ വേണ്ടി അയോൺസ് വേണം. ഓക്കെ, RF ഫീൽഡ് അതുപോലെ തന്നെ ഈ മെൽറ്റും തമ്മിൽ ഫോം ചെയ്യാൻ. അപ്പോൾ ഓൾറെഡി ഇത് ഹൈ ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്തതിന് ശേഷം, അത് മെറ്റീരിയലിന് ഹൈ ടെമ്പറേച്ചറിൽ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മൾ മെറ്റീരിയലിൽ ഹൈ ടെമ്പറേച്ചർ കൊടുത്തതിന് ശേഷം ഇതിനെ മെൽറ്റ് ചെയ്യാം. ഈ മെൽറ്റ് ചെയ്തത് പിന്നെ എന്ത് ചെയ്യണം,
ഓക്കെ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്തിട്ട് വേണം. ഓക്കെ, ഈ മെറ്റീരിയലിന് ഒരു 1000 ഓൾറെഡി പ്രീഹീറ്റ് ചെയ്തിട്ട് ഈ ഒരു സിലിക്ക ക്രൂസിബിൾ വെക്കുക. സിലിക്ക ക്രൂസിബിൾ ഇസ് കവേർഡ് വിത്ത് ഇൻഡക്ഷൻ കോയിൽ. അപ്പോൾ അവർ തമ്മിൽ ഒരു ബോണ്ട് വരും. ദിസ് മൈസ് ആൾസോ ക്രിയേറ്റ് ഇമ്പ്യൂരിറ്റി ദ ക്രൂസിബിൾ ബൈ. ഓക്കെ, ഇനി അതുപോലെ തന്നെ മെൽറ്റ് പ്രീഹീറ്റ് ചെയ്തുകൊണ്ട് ഓൾറെഡി പ്രീഹീറ്റ് ചെയ്തുകൊണ്ട് ഈ സിലിക്ക ഈ ഇതിലുള്ള മെൽറ്റ് പ്രീഹീറ്റഡ് ആയതുകൊണ്ട് ഈ സിലിക്ക ക്രൂസിബിൾ എന്തായിരിക്കും, ഒരു ടെമ്പറേച്ചർ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൈ ടെമ്പറേച്ചറും ഇവിടെ ഒരു ടെമ്പറേച്ചർ ആയിട്ടുള്ളത് വരുമ്പോൾ ഇവിടെ സിലിക്ക ലെയർ ഫോം ചെയ്യും. ഈ ക്രൂസിബിളും ഈ മോൾട്ടൺ ഗ്ലാസ്, അതായത് പ്രീ ഹീറ്റഡ് മോൾട്ടൺ ഗ്യാസും ഈ സിലിക്ക ക്രൂസിബിളിൻ്റെ ഇടയിൽ ഒരു ലെയർ ഫോം ചെയ്യും. ഓക്കെ, ഒരു സിലിക്ക ലെയർ ഫോം ചെയ്യും. ദ മെൽറ്റ് ഈസ് ആൾസോ പ്രൊട്ടക്റ്റഡ് ഫ്രം എനി ഇംപ്യൂരിറ്റീസ് ഇൻ ദ ക്രൂസിബിൾ ബൈ എ തിൻ ലെയർ ഓഫ് സോൾഡിഫൈഡ് പ്യുവർ ഗ്ലാസ്. ഒരു തിൻ ലെയർ ഓഫ് സോൾഡിഫൈഡ് പ്യുവർ ഗ്ലാസ് ഫോം ചെയ്യും, വിച്ച് ഫോംസ് ഡ്യൂ ടു ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ മെൽറ്റ് ആൻഡ് ദ കൂൾഡ് സിലിക്ക ക്രൂസിബിൾ. സിലിക്ക ക്രൂസിബിൾ കൂളാണ്, പക്ഷേ മെൽറ്റ് ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ട് ചൂട് കൂടുതലാണ്. അപ്പോൾ രണ്ട് തമ്മിൽ ഒരു ലെയർ, ഒരു തിൻ ലെയർ ഓഫ് സോൾഡിഫൈഡ് പ്യുവർ ഗ്ലാസ് ഫോം ചെയ്യും. അപ്പോൾ ഈ ക്രൂസിബിളും അതുപോലെ തന്നെ ഈ മെൽറ്റും തമ്മിൽ ഒരു തിൻ ഗ്ലാസ് ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ ക്രൂസിബിളിൽ നിന്ന് മെൽറ്റിലോട്ട് ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യില്ല, ട്രാൻസ്ഫർ ചെയ്യില്ല. ഓക്കെ, ഇതാണ് ആ ഒരു സെറ്റിംഗ്. ആ ഒരു കണ്ടോ, ദിസ് ഇസ് ക്രൂസിബിൾ, ദിസ് ഇസ് മോൾട്ടൺ ഗ്ലാസ്. ഇവിടെ കണ്ടോ ഒരു ഇൻഡക്ഷൻ കോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മോൾട്ടൺ സിലിക്ക ആദ്യം തന്നെ പ്രീ ഹീറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വെക്കുന്നതെങ്കിൽ ഈ ഇൻഡക്ഷനായിട്ട് ഇവരെന്ത് ചെയ്യും, ഒരു കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ ഇൻഡക്ഷൻ വഴി ഇതെന്ത് ചെയ്യും, പ്രീ ഹീറ്റ് ചെയ്യും. ഓക്കെ, ഇൻഡക്ഷൻ കോയിൽ യൂസ് ചെയ്തിട്ട് ഇത് ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്ത് വെക്കും ഈ ഫർണേസ് വെക്കുന്നതിന് മുമ്പ്. സോ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ട് ഇൻഡക്ഷൻ കോയിൽ എന്തിനു ഹെൽപ്പ് ചെയ്യും, ഈ മോൾട്ടൺ സിലിക്കനോ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ കൂൾഡ് ആയിട്ടുള്ള സിലിക്ക ക്രൂസിബിളും ഈ പ്രീ ഹീറ്റഡ് മോൾട്ടൺ സിലിക്കേൻ്റെ ഒരു ഇടയിൽ ബിറ്റ്വീൻ ഒരു തിൻ ലെയർ ഓഫ് സിലിക്ക ഫോം ചെയ്യും. അങ്ങനെ നമുക്ക് ഈ ക്രൂസിബിളിൽ നിന്ന് വരുന്ന ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെറ്റപ്പാണിത്. ഇൻ ബോത്ത് ടെക്നിക്സ് ദ ഗ്ലാസ് ഇസ് ഹോമോജനൈസ്ഡ് ആൻഡ് ഡ്രൈഡ് ബൈ ബബ്ലിംഗ് പ്യുവർ ഗ്യാസസ് ത്രൂ ദ മെൽറ്റ്. ഓക്കെ, മെൽറ്റിലൂടെ പ്യുവർ ഗ്യാസിനെ പറഞ്ഞു, ഗ്യാസ് ഇൻലെറ്റിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണ്, സോൾഡിഫൈ ചെയ്യാനാണ്. വൈ പ്രൊട്ടക്ടിങ് അഗെയിൻസ്റ്റ് എനി എയർബോൺ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഐദർ ഒറിജിനേറ്റിംഗ് ഇൻ ദ മെൽറ്റ് ഫർണേസ് ഓർ പ്രസന്റ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടാമിനേഷൻ. ഓക്കെ, കണ്ടാമിനേഷൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും. ആഫ്റ്റർ ദ മെൽറ്റ് ഹാസ് ബീൻ സൂട്ടബിളി പ്രോസസ്ഡ് ഇറ്റ് ഈസ് കൂൾഡ് ആൻഡ് ഫോംഡ് ഇൻ ടു എ ലോങ് റോഡ് ഓഫ് മൾട്ടി കോമ്പൗണ്ട് ഗ്ലാസ്. ഓക്കെ, ആഫ്റ്റർ ഈ മെൽറ്റൊക്കെ ചെയ്തതിന് ശേഷം ഇതിനെ കൂൾ ചെയ്യും. നന്നായി മെൽട്ട് ആയതിനു ശേഷം ഇതിനെ ഗ്യാസ് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബബിൾസ് ട്രാൻസ്മിറ്റ് ചെയ്ത് ഇതിനെ കൂൾ ചെയ്തിട്ട് ഒരു ലോങ് റോഡാക്കിയിട്ട് മാറ്റും. ഓക്കെ, ദാറ്റ് ഈസ് കോറും ക്ലാഡിങ് ഒക്കെ അതാണ്. ഓക്കെ, ദെൻ ഫൈബർ ഡ്രോയിങ്. അപ്പോൾ നമുക്ക് ഫാബ്രിക്കേഷൻ കഴിഞ്ഞു. ഇനി ഡ്രോയിങ് പ്രൊസീജിയറിൽ കോർ ക്ലാഡിങ് ഫോർമേഷൻ ആണ്. ഓക്കെ, ആൻഡ് ഒറിജിനൽ ടെക്നിക് ഫോർ പ്രൊഡ്യൂസിങ് ഫൈൻ ഒപ്റ്റിക്കൽ ഫൈബർ വേവ് ഗൈഡ് was to make a perform using the rod into ഓക്കെ പ്രീഫോം ആണ്. ടു മേക്ക് എ പ്രീഫോം, ഒരു പ്രീഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ വേവ് ഗൈഡ്സിനെ ഫോം ചെയ്യുക. ഒറിജിനൽ ടെക്നിക് ഫോർ പ്രൊഡ്യൂസിങ് ഒപ്റ്റിക്കൽ ഫൈബർ വേവ് ഗൈഡ് ഫോം ചെയ്യാനുള്ള ടെക്നിക്കാണ് പ്രീഫോം ഫോം ചെയ്യുക. ഈ പ്രീഫോം ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ, പ്രീഫോം എന്ന് പറഞ്ഞാൽ ദ റോഡ് ഇൻ ടു പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു റോഡ് ഫോം ചെയ്യുക, അതായത് കോർ എന്ന റോഡും ഒരു ട്യൂബ് ഫോം ചെയ്യുക. ട്യൂബ് എന്നാൽ ക്ലാഡിങ്. എന്നിട്ട് ഈ റോഡ് ഈ ട്യൂബിന് അകത്ത്, ട്യൂബ് എന്ന് പറയുമ്പോൾ എന്താവും, സെൻട്രലിൽ ഒരു ഹോൾ ഉണ്ടാവുന്ന ട്യൂബ്. അപ്പോൾ ക്ലാഡിങ് ആയിട്ട് ട്യൂബും ഒരു റോഡായിട്ട് കോറും ഫോം ചെയ്തിട്ട് അതിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നതിനാണ് റോഡ് ഇൻ ട്യൂബ് പ്രോസസ്. റോഡ് ഇൻ ദ ട്യൂബ്. ഓക്കെ, റോഡ് ഇൻ ട്യൂബ് പ്രോസസ്സ് വഴി, അതായത് പ്രീഫോം എന്ന് പറയും. ആ ഒരു മെത്തേഡിന് പറഞ്ഞ പേരാണ് പ്രീഫോം. റോഡ് ഇൻ ട്യൂബ് പ്രോസസ്സ് വഴി നമുക്ക് ഫൈബർ ഡ്രോ ചെയ്യാം, അതായത് ഫൈബർ ഉണ്ടാക്കാം. കോറും ക്ലാഡിങ് യൂസ് ചെയ്തിട്ട് ഫൈബർ ഉണ്ടാക്കുക. അപ്പോൾ കോറിൻ്റെ റോഡും അതുപോലെ ക്ലാഡിങ്ങിൻ്റെ ട്യൂബ് എടുത്തിട്ട് അതിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് കോർ ക്ലാഡിങ് ഫോം ചെയ്യാം, ദാറ്റ് ഈസ് ഫൈബർ ഫോം ചെയ്യാം. എ റോഡ് ഓഫ് കോർ ഗ്ലാസ് വാസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ ട്യൂബ് ഓഫ് ക്ലാഡിങ് ഗ്ലാസ് ആൻഡ് ദ പ്രീഫോം വാസ് ഡ്രോൺ ഇൻ ടു ദ വെർട്ടിക്കൽ മഫിൽ ഫർണസ്. എന്നിട്ട് പ്രീഫോം നമുക്ക് ഫോം ചെയ്യും. ഓക്കെ, ഒരു വെർട്ടിക്കൽ ഫർണസിലൂടെ പ്രീഫോം ഫോം ചെയ്ത്. ദിസ് ടെക്നിക് വാസ് യൂസ്ഫുൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബേഴ്സ് വിത്ത് ലാർജ് കോർ ആൻഡ് ക്ലാഡിംഗ് ഡയമീറ്റർ. ലാർജ് കോർ ക്ലാഡിംഗ് ഡയമീറ്റർ ഉണ്ടാകും സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബേഴ്സിലാണ് ഇത് ചെയ്യുന്നത്. കാരണം കോറിന് ഒരൊറ്റ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ക്ലാഡിങ്ങിന് ഒരൊറ്റ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ട് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. Achievement latination was not critical as there was a danger of including bubbles and particulate matter at the core cladding index. Okay, ഈ കോർ ക്ലാഡിങ്ങിലോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താ അറ്റനേഷൻ കൂടും. കാരണം എന്താണെന്ന് വെച്ചാൽ
ബബിൾസ് ഒക്കെ ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ പെർട്ടിക്കുലേറ്റ്സ്, അതായത് കുറച്ച് കണ്ടാമിനൻസ് ഒക്കെ ഫോം ചെയ്യുക, ബബിൾസ് ഒക്കെ ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ അറ്റനേഷൻ കൂടും. ഇൻ ദീസ് minute perturbance impurities can result in very high loss of between 100 to 1 dB high pressure. കുറച്ച് ലോസ് ഫോം ചെയ്യും. ഇതാണ് ആ ഒരു പ്രീഫോം മെത്തേഡ്. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ ഫ്രം എ പ്രീഫോം. ഒരു പ്രീഫോം എന്നുള്ള ഒപ്റ്റിക്കൽ ഫൈബർ. ദിസ് ഇസ് മഫിൾ ഫർണേസ്, ഒരു ഫർണേസ് ആണിത്. ഓക്കെ, മഫിൾ ഫർണേസ്. ഈ ഫർണേസിലൂടെ ദിസ് ഇസ് പ്രീഫോം. അതായത് പ്രീഫോം പറയുമ്പോൾ ഈ സെൻറ്ററിൽ വരുന്ന ഒരു കോറ് ട്യൂബ്, അതായത് കോറിൻ്റെ റോഡ് ട്യൂബിലൂടെ, ക്ലാഡിൻ്റെ ട്യൂബിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് ഈ ബ്ലാക്കിൽ വരുന്ന ഈ സംഭവമാണ് ഫൈബർ. ഓക്കെ, ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഫൈബർ വരും. ഓക്കെ, കോറ് ക്ലാഡിങ്ങിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്ന ഫൈബർ. Subsequent development in the drawing of optical fiber, specially graded index produced by a liquid phase technique, has concentrated on the double crucible method. In this method, the core cladding glass in the form of separate rod is fed into the two concentric platinum crucifers as shown in figure. ഇനി നമുക്ക് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബേഴ്സ് ഫോം ചെയ്യണമെങ്കിൽ ഡബിൾ ക്രൂസിബിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഡബിൾ ക്രൂസിബിൾ മെത്തേഡ് പറയുമ്പോൾ കോറും ക്ലാഡിങ്ങും ഇവിടെ ഡബിൾ ക്രൂസിബിൾ മെത്തേഡാണ്. ഓക്കെ, ഡബിൾ ക്രൂസിബിൾ മെത്തേഡ് പറയുമ്പോൾ നമുക്കറിയാം സിലിക്ക ക്രൂസിബിൾ ഉണ്ട്. ഈ സിലിക്ക ക്രൂസിബിൾ ഉണ്ടാക്കുന്നതിന് പകരം കോർ ക്രൂസിബിളും ക്ലാഡിംഗ് ക്രൂസിബിൾ ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും, അതാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇതിലൂടെ നമുക്ക് എന്ത് വരും, കോർ ഗ്ലാസ്, അതായത് മോൾട്ടൺ കോർ ഗ്ലാസ് അല്ലെങ്കിൽ കോർ മെറ്റീരിയൽ ഈ ഒരു ഇൻലെറ്റിലൂടെ വരും. സോ മനസ്സിലാക്കാം. ഓക്കെ, ഈ ഇൻലെറ്റിലൂടെ കോർ വരും, ഈ ഒരു പൊസിഷനിൽ കോർ വരും. അതുപോലെ തന്നെ ഇതൊരു ഫർണേസ് ആണ് അല്ലേ, ഒരു ക്രൂസിബിൾ, സിലിക്ക ക്രൂസിബിൾ ആണ് അത് കോറിൻ്റെ വരുന്നത്. പിന്നെ നെക്സ്റ്റ് ഈ ഒരു പാർട്ടിലൂടെ എന്ത് വരും, ക്ലാഡിങ്ങിൻ്റെ മെറ്റീരിയൽ വരും, ക്ലാഡിങ് ഗ്ലാസ്, മോൾട്ടൺ ഗ്ലാസ് വരും. സോ ദിസ് ഇസ് വേറെ ഒരു ക്രൂസിബിൾ ആണ്. സോ രണ്ട് ക്രൂസിബിൾ ഉണ്ടായത്, കോറിന് ഒരു ക്രൂസിബിളും ക്ലാഡിങ്ങിന് ഒരു ക്രൂസിബിൾ, രണ്ട് ക്രൂസിബിൾ ഉണ്ടായതുകൊണ്ട് ഇതിനെ ഡബിൾ ക്രൂസിബിൾ എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് ഫർണേസ്, ഓക്കെ, ഫർണേസിലൂടെ വരും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്ത് വരുന്നത് കോറ് ക്ലാഡിങ്ങോ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ കോറും ക്ലാഡിങ്ങും സെപ്പറേറ്റ് ഉണ്ടാക്കണം. സോ കോർ ഉണ്ടാക്കാൻ ഒരു ക്രൂസിബിളും ക്ലാഡിങ് ഉണ്ടാക്കാൻ ക്രൂസിബിൾ, എന്നിട്ട് പുറത്ത് വരുന്ന ഇൻലെറ്റാണ് എന്ത്, നമ്മുടെ ഫൈബർ. ഈ ഫൈബർ ദിസ് ഡയമീറ്റർ മോണിറ്റർ, ഇത് എത്ര ഡയമീറ്റർ ആയി മോണിറ്റർ ചെയ്യുന്നതാണ്. ഇത് ഫീഡിങ് റോഡ്, ഈ ഫീഡിങ് റോഡ് വഴിയാണ് മോൾട്ടൺ കോറും മോൾട്ടൺ ക്ലാഡിങ്ങും വരുന്നത്. ഓക്കെ, മോൾട്ടൺ കോർ ഗ്ലാസും മോൾട്ടൺ ക്ലാഡിങ് ഗ്ലാസും വന്നിട്ട് ഇവിടെ ഡബിൾ ക്രൂസിബിൾ, അത് കോറിന് ഒരു ക്രൂസിബിളും ക്ലാഡിങ് ക്രൂസിബിളും, ഈ ഡബിൾ ക്രൂസിബിൾ ഫർണേസിൻ്റെ ഉള്ളിൽ വെക്കും. ദിസ് ഇസ് ഡബിൾ ക്രൂസിബിൾ. എന്നിട്ട് ഇതിൽ നിന്ന് പുറത്ത് വരുന്നതാണ് ഒപ്റ്റിക് ഫൈബർ വരും. ഇത് ഡയമീറ്റർ മോണിറ്റർ ആണ്, എത്ര ഡയമീറ്റർ വേണമെന്നുള്ളത്. ഇത് കോട്ടിംഗ് ബാച്ച്, എന്നിട്ട് ഫൈബറിൻ്റെ ഡയമീറ്റർ നമ്മൾ ഇത്രയും മോണിറ്റർ ചെയ്തു, എന്നിട്ട് അതിൽ കോട്ട് ചെയ്യുന്നതാണ് ഇത് കോട്ടിംഗ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്യൂറിങ് ഓവനിലൂടെ പോയിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യും, ഫൈബറിനെ ഫോം ചെയ്യും. ദിസ് ഈസ് ഗ്രേഡ് ഇൻഡെക്സ് ഫൈബർ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ദ അസംബ്ലി ഈസ് യൂഷ്വലി ലൊക്കേറ്റഡ് ഇൻ എ മഫിൾ ഫർണേസ് കേപ്പബിൾ. ഓക്കെ, മഫിൾ ഫർണേസിലാണ് ഇത് ഫോം ചെയ്യുന്നത്. ഈ അസംബ്ലി, അതായത് ഈ കോറും ക്ലാഡിങ്ങും തമ്മിലുള്ള അസംബിൾ ഫോം ചെയ്യുന്നത്, ഹീറ്റ് ചെയ്യുന്നത് മഫിൾ ഫർണേസിലാണ്, capable of heating crucible condense to a temperature between 800 to 1200 degrees Celsius. The crucibles have noses in their bases from which the clad fiber is drawn directly from the melt. Okay, ഈ clad fiber ഇതിലൊരു നോസിൽ ഉണ്ട്, രണ്ടിനും ഉണ്ടോ. ഈ കോറിന് ഒരു നോസിലുണ്ട്, ഈ കോറ് നേരെ ഈ നോസിലൂടെ വരും, ക്ലാഡിങ്ങിന് നോസിലുണ്ട്. അപ്പോൾ ആദ്യം കോറ് നോസിലൂടെ വന്നിട്ട് ക്ലാഡിങ് നോസിലൂടെ വന്നിട്ട് അങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ കോറിന്ന് ഒരു മെൽറ്റ് വരും, ക്ലാഡിങ്ങിന് മെൽറ്റ് വന്നിട്ട് കമ്പൈൻ ചെയ്യുന്നത്. ഇൻഡെക്സ് ഗ്രേഡഡ് മേ ബി അച്ചീവ് ത്രൂ ദ ഡിഫ്യൂഷൻ ഓഫ് മൊബൈൽ അയോൺസ് അക്രോസ് ദ കോർ ക്ലാഡിങ് ഇൻ്റർഫേസ്. ഈ കോർ ക്ലാഡിങ് ഇൻ്റർഫേസിന് അയോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ, അതായത് കോറ് വരുന്നു, അതിൻ്റെ കൂടെ തന്നെയാണ് ക്ലാഡിങ് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ ചേഞ്ച് വരുന്നത്. ഓക്കെ, it is possible to achieve a reasonable refractive index profile via this diffusion process, although due to lack of precise control, it is not possible to obtain the optimum near parabolic. Okay, ഇത് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് ഒപ്റ്റിമം നിയർ പാരാബോളിക്, അതായത് ആ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ കിട്ടണമെന്നില്ല, ഗ്രേഡഡ് ഇൻഡെക്സിൻ്റെ സെയിം പ്രൊഫൈൽ കിട്ടണമെന്നില്ല, ചേഞ്ചസ് വരും. Graded index fiber produced by these techniques are subsequently less dispersive than സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ഇതിന് ഡിസ്പേർഷൻ കുറവാണ്. ഓക്കെ, ദിസ് ഓഫ് അബൌട്ട്
സ്റ്റെപ്പ് ഇൻഡെക്സും ഗ്രേഡഡ് ഇൻഡെക്സും ഫോം ചെയ്യുന്നത് പഠിച്ചു. ഓക്കെ, ദിസ് ഇസ് ഓൾ അബൌട്ട് ദി മെൽറ്റിംഗ് മെത്തേഡ്. അതായത് ഹൗ ഫൈബർ ഈസ് ഫാബ്രിക്കേറ്റഡ് ബൈ യൂസിങ് മെൽറ്റിംഗ് മെത്തേഡ്. മെൽറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള ഫാബ്രിക്കേഷൻ ഇത്രയേ ഉള്ളൂ. Then by using vapor we can take in the next class. Okay, until then, bye, thank you.